चाय के बागाने whole issue of the citizenship amendment, it has been divisive in many ways. हम लोग genuine Indian हैं. ഭരണഘടനാ മൂല്യങ്ങളിലേക്ക് നോർത്ത് ഈസ്റ്റ് നടന്നു കയറുമോ? വടക്ക് കിഴക്ക് ഇതിനകം തെരഞ്ഞെടുപ്പ് ചൂടിലായി കഴിഞ്ഞു. കുടിയേറ്റവും പൗരത്വവും ചർച്ചാ വിഷയമാകുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് ഇന്ത്യൻ ഭരണസിരാ കേന്ദ്രത്തിലുള്ള പ്രാതിനിധ്യം 25, അതിൻ്റെ സിംഹഭാഗവും അസമിലും, 14 ലോക്സഭാ മണ്ഡലങ്ങൾ. ഇതിനു പുറമെ അരുണാചൽ പ്രദേശ്, മേഘാലയ, മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ്, സിക്കിം, ത്രിപുര എന്നിവയാണ് 1ഉം 2ഉം വീതം ലോക്സഭാ മണ്ഡലങ്ങളുള്ള മറ്റു വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ. സിക്കിമിലും അരുണാചലിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു. ആദ്യ 3 ഘട്ടങ്ങൾ പൂർത്തിയാകുമ്പോഴേക്ക് വടക്ക് കിഴക്കൻ ഇന്ത്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ ഭാഗധേയം നിർണയിച്ചു കഴിഞ്ഞിരിക്കും. അരുണാചലിൽ 2 ലോക്സഭാ മണ്ഡലങ്ങൾ കോൺഗ്രസും BJPയും കഴിഞ്ഞ തവണ ഓരോന്നായി പങ്കിട്ടു. BJP വളർച്ച കാണിക്കുന്ന വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലൊന്നാണ് അരുണാചൽ പ്രദേശ്. അതേസമയം പേമഖണ്ഡു സർക്കാരിനെതിരെ പൊട്ടിപ്പുറപ്പെട്ട അക്രമാസക്തമായ പ്രതിഷേധവും നിരവധി മുതിർന്ന നേതാക്കൾ പാർട്ടി വിട്ടതും BJPയുടെ പ്രകടനത്തിന് ഇത്തവണ മങ്ങലേൽപ്പിച്ചേക്കും. 2 മന്ത്രിമാരും 6 MLAമാരും മുതിർന്ന പാർട്ടി ഭാരവാഹികളും കോൺഗ്രസിലേക്കും പ്രാദേശിക കക്ഷിയായ NPPയിലേക്കും ചേക്കേറി. സംസ്ഥാന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കഴിഞ്ഞ തവണത്തെ വിജയം നിലനിർത്താൻ BJPക്കായേക്കില്ല. കോൺഗ്രസ് നില മെച്ചപ്പെടുത്തിയേക്കുമെന്നാണ് സൂചന. BJP ഭരണം പിടിച്ച മറ്റൊരു സംസ്ഥാനം ത്രിപുരയാണ്. അധികാരം പിടിച്ച ശേഷം CPMനെതിരെ ശക്തമായ അടിച്ചമർത്തലാണ് നടന്നത്. നിരവധി CPM പ്രവർത്തകർ കൊല്ലപ്പെട്ടു, ഓഫീസുകൾ ആക്രമിക്കപ്പെട്ടു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റും വിജയിച്ച CPMന് ഇത്തവണ അത് നിലനിർത്താനാകുമോ എന്ന കാര്യം സംശയമാണ്. ത്രിപുരയിൽ കോൺഗ്രസ് ചിത്രത്തിലില്ലെന്ന് തന്നെ പറയാം. മണിപ്പൂരിലും BJP ഭരണമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണിപ്പൂരിൽ 2 സീറ്റിലും കോൺഗ്രസ് വിജയിച്ചിരുന്നു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. അതേസമയം പൗരത്വ ബില്ലിനെതിരെ പ്രചാരണം ശക്തമാക്കി ലോക്സഭാ സീറ്റുകൾ നിലനിർത്താനാണ് കോൺഗ്രസ് നീക്കം. ഇത് ചെറുതല്ലാത്ത രീതിയിൽ കോൺഗ്രസിന് ഗുണം ചെയ്തേക്കും. മറ്റ് സംസ്ഥാനങ്ങൾ കൂടുതൽ സങ്കീർണമായ വംശസമുദായ താൽപ്പര്യങ്ങളാൽ കെട്ടുപിണഞ്ഞു കിടക്കുന്നവയാണ്. പ്രാദേശിക രാഷ്ട്രീയ കക്ഷികൾക്കും നിർണായക സ്വാധീനമുണ്ട്. മേഘാലയയിൽ നാഷണൽ പീപ്പിൾസ് പാർട്ടിയും കോൺഗ്രസും ഓരോ സീറ്റുകളിലാണ് 2014 വിജയിച്ചത്. മിസോറാമിലെ സീറ്റ് കോൺഗ്രസ് വിജയിച്ചപ്പോൾ നാഗാലാൻഡിൽ നാഗാ പീപ്പിൾസ് ഫ്രണ്ടും സിക്കിമിൽ സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടുമാണ് സീറ്റ് നേടിയിരുന്നത്. പ്രാദേശിക പാർട്ടികളും കോൺഗ്രസും തമ്മിലായിരിക്കും സിക്കിം ഒഴികെയുള്ള ഇടങ്ങളിലെ മത്സരം. സിക്കിമിൽ പക്ഷേ സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടും സിക്കിം ക്രാന്തികാരി മോർച്ചയും തമ്മിലാണ് പ്രധാന പോരാട്ടം. അസം ഒഴികെയുള്ള 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലായി ആകെയുള്ളത് 11 സീറ്റുകളാണ്. രാജ്യമൊട്ടുക്ക് മോഡി തരംഗം വീശിയടിച്ചിട്ടും അരുണാചലിലെ 1 സീറ്റൊഴികെ മറ്റെല്ലാം BJPയെ പുറന്തള്ളിയതാണ് നോർത്ത് ഈസ്റ്റിൻ്റെ ലോക്സഭാ ചരിത്രം. ഇത്തവണ പക്ഷേ മണിപ്പൂരിലും ത്രിപുരയിലും BJPക്ക് നേരിയ വളർച്ചയുണ്ടായേക്കും. കുടിയേറ്റ ഭീതി വടക്ക് കിഴക്കിൻ്റെ പൊതുപ്രശ്നമാണ്. വിദേശികളെ കണ്ടുപിടിക്കാനായി മിസോറാം സർക്കാർ പ്രത്യേക ബില്ല് പാസാക്കിയത് ദിവസങ്ങൾക്ക് മുൻപാണ്. അരുണാചലിൽ BJP സർക്കാരിനെതിരെ വ്യാപകമായ പ്രതിഷേധം അരങ്ങേറിയതും സമാനമായ കാരണത്താലാണ്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവർക്ക് സ്ഥിരതാമസാനുമതി നൽകാൻ സർക്കാർ ഉപസമിതി നിർദ്ദേശം വെച്ചതാണ് യുദ്ധസമാനമായ സംഘർഷത്തിന് വഴിവെച്ചത്. നിർദ്ദേശം സർക്കാർ ചെവിക്കൊണ്ടില്ലെങ്കിലും കുടിയേറ്റ ഭീതി തീർത്ത അക്രമ പരമ്പരകൾക്ക് പഞ്ഞമുണ്ടായില്ല. ഇവിടെ താമസിക്കുന്ന 5-6 ആദിവാസി ഉപവിഭാഗങ്ങളെ ഒറിജിനൽ അരുണാചലുകാരല്ലെന്നാണ് ചില തദ്ദേശീയരുടെ വാദം. അവർ പുറത്തുനിന്ന് ചേക്കേറിയവരാണെന്നാണ് പ്രചാരം. They are coming from some other places. They regard them as domiciled people from other places. And the recent controversy was regarding issue of permanent residence certificate to these people. ഈ വിഭാഗങ്ങൾക്ക് സ്ഥിര താമസ സർട്ടിഫിക്കറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് അക്രമം ഉടലെടുത്തത്. I think some political hand is there. Otherwise, the people, as I know, they should not have taken
such a violent turn, this movement. They would have protested it in different ways, in peaceful ways also. ചെറുത്തുനിൽപ്പിന്റെ രാഷ്ട്രീയം പറയുന്ന സിൽക്കിനും തേയിലയ്ക്കും പേരുകേട്ട അസം ഇത്തവണ എന്തു ചിന്തിക്കുന്നുവെന്നത് വടക്കു കിഴക്കൻ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാഗതയും നിശ്ചയിക്കുന്നതിൽ നിർണായകമാണ്. അസം ദേശീയതയെ വ്രണപ്പെടുത്തിയ പൗരത്വ ഭേദഗതി ബില്ല് BJPക്ക് തിരിച്ചടിയാകുമോ? പുതിയ സാമുദായിക വോട്ട് ബാങ്കുകളിലേക്ക് കോൺഗ്രസിനത് വഴി തുറക്കും. അസം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന പ്രധാന വിഷയം പൗരത്വ പ്രശ്നമാകും. ദേശീയ പൗരത്വ പട്ടികയും പൗരത്വ ഭേദഗതി ബില്ലും ചൂടേറിയ ചർച്ചയാകുമെന്നുറപ്പ്. During the last 6 months or so, we have seen that one issue has emerged as very important. 2016 പൗരത്വ ഭേദഗതി ബില്ലാണ് കഴിഞ്ഞ 5-6 മാസത്തിനിടയിൽ ശ്രദ്ധ നേടിയ പ്രധാന പ്രശ്നങ്ങളിലൊന്ന്. ഈ ബില്ല് രാജ്യത്തെ എല്ലാവർക്കും ബാധകമാണെങ്കിലും മറ്റിടങ്ങളിലൊന്നും വലിയ പ്രശ്നമായി അത് ഉയർന്നു വന്നിട്ടില്ല. അസമിൽ പക്ഷേ കാര്യങ്ങൾ നേരെ തിരിച്ചായിരുന്നു. 1971 മാർച്ച് 25-ന് ശേഷം കുടിയേറിയവരെയെല്ലാം വിദേശിയായി കാണണം എന്നതാണ് അസം കരാറിലെ വ്യവസ്ഥ. പൗരത്വ ഭേദഗതി ബില്ല് നിയമമായാൽ അസം കരാർ തന്നെ വെല്ലുവിളിക്കപ്പെടുമെന്നതായിരുന്നു ബില്ലിനെതിരായ പ്രതിഷേധത്തിന്റെ കാരണം. If this act, Citizenship Amendment Act bill becomes an act, then the Assam Accord will immediately be effective. കുടിയേറ്റത്തിനെതിരായ പൊതുമനസ്സ് അസമിൽ നേരത്തെ തന്നെയുണ്ട്. അതിന്റെ ഭാഗമായാണ് അസം കരാർ രൂപപ്പെട്ടത്. Every important community came round to accepting it. എല്ലാ പ്രധാന സമുദായങ്ങളും അസം കരാർ അംഗീകരിച്ചിരുന്നു. 2-3 പതിറ്റാണ്ടുകളായി നഷ്ടപ്പെട്ട അസമിലെ സാമൂഹ്യ സമാധാനം ഉറപ്പുവരുത്താനുള്ള താക്കോലായിരുന്നു അത്. സമുദായങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വന്ന അവിശ്വാസത്തിന്റെയും സാധാരണ ജീവിതത്തിന്റെയും തകർച്ചയുടെ സമയത്തായിരുന്നു കരാർ രൂപീകരിച്ചത്. Violence, terrible mistrust, and total collapse of normalcy. 1971 ശേഷം ഇന്ത്യയിലെത്തിയവരെ തിരിച്ചയക്കണമെന്നാണ് അസം കരാറിലെ പ്രധാന വ്യവസ്ഥ. ഇതിന്റെ ഭാഗമായാണ് ദേശീയ പൗരത്വ പട്ടിക പുതുക്കാൻ സുപ്രീം കോടതി മേൽനോട്ടത്തിൽ ശ്രമം ആരംഭിച്ചത്. പുതുക്കിയ കരട് പട്ടികയിൽ നിന്ന് 40 ലക്ഷത്തിലധികം പേരാണ് പുറത്തായത്. ഇവരിലധികവും ഒരു പ്രത്യേക മതവിഭാഗമാണെന്ന പരാതിയുണ്ട്. ഭരണകൂട ഹിംസയാണ് ഇതിന്റെ പേരിൽ നടക്കുന്നതെന്ന വിമർശനം ശക്തമാണ്. അസം കരാർ ആത്മാർത്ഥമായി നടപ്പിലാക്കുന്നതിന് പകരം BJP സർക്കാർ അതിനെ ആകെ നശിപ്പിക്കാനാണ് ശ്രമിച്ചത്. സാധാരണ നടപടിക്രമങ്ങൾ അസാധാരണമാക്കി മാറ്റി. നിയമപരമായ താമസക്കാരല്ലെന്ന് പറഞ്ഞ് 100-150 കിലോമീറ്റർ ദൂരത്തേക്ക് നോട്ടീസ് നൽകുന്നതടക്കമുള്ള നീക്കങ്ങളുണ്ടായി. നടപടിക്രമങ്ങൾ ശരിയായ തയ്യാറെടുപ്പോടെ പൂർത്തീകരിച്ചിരുന്നെങ്കിൽ ഒരു പിഴവും ഉണ്ടാകുമായിരുന്നില്ല. ഒരു ഇന്ത്യക്കാരനും വിദേശിയാവുകയോ ആരെങ്കിലും ഇരയാവുകയോ ചെയ്യുമായിരുന്നില്ല. The process should be carried out with proper preparation, planning, and double checking so that mistakes don't happen. No Indian gets left out. No one is victimized. ലോവർ അസം എന്ന് വിളിക്കുന്ന ബംഗ്ലാദേശ് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളിലാണ് ഇതിന്റെ ഇരകളിലേറെ പേരും. നിജസ്ഥിതി തേടി അത്തരം ജില്ലകളിലൊന്നായ ബാർപേട്ടയിൽ ഞങ്ങളെത്തി. എല്ലാ രേഖകളും ഉണ്ടായിട്ടും വിദേശിയായി പ്രഖ്യാപിച്ചു. ഇപ്പോൾ ഹൈക്കോടതിയിൽ കേസ് നടക്കുകയാണ്. ഞങ്ങൾ എത്തിയതറിഞ്ഞ് ആ ഗ്രാമവാസികളിൽ ഓരോരുത്തരായി അവരുടെ ദുരിതക്കഥകളുമായി ഒന്നിച്ചുകൂടാൻ തുടങ്ങി. രാജ്യത്തിന്റെ സുരക്ഷ കാക്കുന്ന ചില സൈനികരും വിദേശിയെന്ന ആരോപണം നേരിടുന്നവരായി ഈ ഗ്രാമത്തിലുണ്ടായിരുന്നു. സൈനിക കോടതിയിൽ മാത്രമേ ഇവർക്കെതിരെ കേസ് നടത്താനാവൂ എന്ന വ്യവസ്ഥ പോലും ലംഘിക്കപ്പെട്ടു. നിങ്ങൾ ചെറിയൊരു വിവരം തന്നിരുന്നെങ്കിൽ ഈ ഗ്രാമം ഒന്നാകെ ഇവിടെ എത്തിയേനെ. കാരണം ഇവിടുത്തെ ഓരോ ഗ്രാമവാസിയുടെയും പ്രശ്നമാണിത്. ഈ പ്രശ്നമുള്ള വേറെ 3-4 സൈനികരുണ്ട് ഈ ഗ്രാമത്തിൽ. 1992 സൈന്യത്തിൽ ചേർന്ന ആൾ വരെയുണ്ട്. ഇവിടെ ഒരു കേസ് ഇങ്ങനെയാണ്. 2 തവണ ഇന്ത്യൻ പൗരനാണെന്ന് വിധി ലഭിച്ച ഒരാളുണ്ട്. പക്ഷേ വീണ്ടും പൗരത്വം തെളിയിക്കാൻ ആവശ്യപ്പെട്ട് അയാൾക്ക് നോട്ടീസ് നൽകുകയാണ് അധികൃതർ. ഇടയ്ക്കിടെ എത്തുന്ന വെള്ളപ്പൊക്കവും പ്രകൃതിക്ഷോഭവും കാരണം വീട് മാറാൻ ഇവർ നിർബന്ധിതരാണ്. കൂടെ മേൽവിലാസം കൂടി മാറുന്നതോടെ പൗരത്വത്തിന് മേൽ തൂങ്ങിക്കിടക്കുന്ന സംശയത്തിന്റെ വാൾ കൂടുതൽ ശക്തമാകും. ഞങ്ങൾ ശരിയായ ഇന്ത്യക്കാരാണ്. പക്ഷേ അവർ ചിന്തിക്കുന്നത് ഞങ്ങൾ ബംഗ്ലാദേശികളാണെന്നാണ്. അസമിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ. ബാർപേട്ട ജില്ലയിൽ കാര്യങ്ങൾ കൂടുതൽ മോശമാണ്. ന്യൂനപക്ഷങ്ങൾ ഇവിടെ കൂടുതലാണല്ലോ. അതുകൊണ്ട് അവർ പറയുന്നത് ഇവിടെ ബംഗ്ലാദേശികൾ കൂടുതലാണെന്നാണ്.
സംസ്ഥാനത്ത് ഏതാണ്ട് 1.5 ലക്ഷത്തോളം ഡി വോട്ടേഴ്സ് ഉണ്ടെന്നാണ് കണക്ക്. വിദേശിയാണോ അല്ലയോ എന്ന സംശയം കാരണം വോട്ട് ചെയ്യാൻ അവസരം നിഷേധിക്കപ്പെടുന്നവരാണിവർ. ഇതിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെ ഇനിയും മാറ്റം വന്നേക്കും. അക്ഷരത്തെറ്റുകൊണ്ട് വിദേശിയായി പോകേണ്ടി വന്നവരുടെ കഥ പറയുന്ന നാടുണ്ട് അസമിലെ ബോർപേട്ട ജില്ലയിൽ. കാലങ്ങളായി കോൺഗ്രസിനാണ് സ്വാധീനമെങ്കിലും ഹിന്ദുത്വ രാഷ്ട്രീയമാണ് തങ്ങൾക്ക് ഈ വിന വരുത്തിവെച്ചതെന്നാണ് ഹറുഹരിത് ഗ്രാമവാസികൾ പറയുന്നത്. മുസ്ലിങ്ങൾ മാത്രമല്ല ദേശീയ പൗരത്വ പട്ടികയിൽ നിന്ന് പുറത്തായവർ. ബംഗാളി ഹിന്ദുക്കൾ അടക്കമുള്ള വിവിധ സമുദായങ്ങൾ ഇക്കൂട്ടത്തിലുണ്ട്. വോട്ട് ചെയ്യാൻ അവസരം നിഷേധിക്കപ്പെട്ട 100-ലധികം ഡി വോട്ടേഴ്സ് താമസിക്കുന്ന ബംഗാളി ഹിന്ദു ഗ്രാമമായ ബോന്തയിൽ ഞങ്ങളെത്തി. കിഴക്കൻ പാകിസ്ഥാൻ അഥവാ ഇന്നത്തെ ബംഗ്ലാദേശിൽ നിന്ന് 1971 മുൻപ് കുടിയേറി പാർത്തവരാണിവർ. NRCയുടെ ഭാഗമായി പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. 1, 2, 3, 4 വട്ടം വിളിപ്പിക്കുന്നുമുണ്ട്. അതേസമയം മുസ്ലിം പ്രദേശങ്ങളിലുള്ള BJP വിരുദ്ധ വികാരം ഇവരിൽ കാണാനായില്ല. NRCയുടെ പേരിലുള്ള ഉദ്യോഗസ്ഥ പീഡനം ഇവിടെ കുറവാണ്. രാജ്യത്തിപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല, കൂടുതൽ നന്മയാണ് ഉണ്ടാകുന്നത്. ഈ വഴി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര വികസനമുണ്ടായി എന്ന്. നാരംഗിയിൽ പോയി വരാൻ 10-15 മിനിറ്റ് എടുത്തിരുന്നു. ഇപ്പോൾ 2 മിനിറ്റ് പോലും എടുക്കുന്നില്ല. ഞങ്ങൾ 300 കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. അതിലാരും വിദേശിയല്ല. 80% ആളുകളും പൗരത്വം നൽകി കഴിഞ്ഞു. അതുകൊണ്ട് ഈ 300 കുടുംബങ്ങൾക്കും പ്രയാസപ്പെടേണ്ട യാതൊരു സാഹചര്യവുമില്ല. ഭരണ നേട്ടങ്ങളെക്കാൾ പൗരത്വം പുനഃസ്ഥാപിച്ച് കിട്ടുന്നതടക്കമുള്ള ഉറപ്പാണ് BJPയെ പിന്തുണക്കാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്. ഇവിടെ താമസിക്കുന്നവരെല്ലാം ഹിന്ദു ബംഗാളികളാണ്. നിങ്ങൾ പറയുന്ന പൗരത്വ ബില്ല് ആവശ്യമാണ്, അത് കൊണ്ടുവരേണ്ടതാണ്, നല്ലതാണ്. BJP എത്ര നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്, എല്ലാവരും അത് മനസ്സിലാക്കുന്നുണ്ട്. ബംഗ്ലാദേശിലെയും അഫ്ഗാനിസ്ഥാനിലെയും മുസ്ലിങ്ങളല്ലാത്തവർക്ക് പൗരത്വം നൽകുന്നതാണ് കേന്ദ്രം കൊണ്ടുവന്ന പൗരത്വ ഭേദഗതി ബില്ല്. ബംഗാളി ഹിന്ദു സമുദായത്തിന്റെ വോട്ട് പിടിക്കാനുള്ള BJPയുടെ വർഗീയ നീക്കമാണ് പൗരത്വ ഭേദഗതി ബില്ലെന്ന ആരോപണം പ്രതിപക്ഷം നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. ദേശീയ പൗരത്വ പട്ടികയും പൗരത്വ ഭേദഗതി ബില്ലും എങ്ങനെയാണ് മനുഷ്യരെ രണ്ടാക്കി തിരിക്കുന്നതെന്ന് കൃത്യമായി വരച്ചു കാണിക്കുന്നുണ്ട് ബൊന്ത കോളനി നിവാസികൾ. അതേസമയം അസം കരാറിന് തുരങ്കം വയ്ക്കുന്നതാണ് പൗരത്വ ഭേദഗതി ബില്ല് എന്ന പൊതുവികാരം അസമിൽ ഇതിനകം രൂപപ്പെട്ടിട്ടുണ്ട്. തദ്ദേശീയരെ ചൊടിപ്പിക്കുന്നതാണ് പൗരത്വ ഭേദഗതി ബില്ല്. അസമിന് വേണ്ടിയാണ് ഹിന്ദുക്കൾക്ക് രക്ഷയാകും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അസമിന് ഇതിൽ ഒരു ലാഭവുമില്ലല്ലോ. ഇവിടെ ഇപ്പോൾ തന്നെ ഒരുപാട് പേരുണ്ട്, ഇനിയും ജനസംഖ്യ കൂടും. ഇതുകൂടി വന്നാൽ പിന്നെ എന്താകും സ്ഥിതി? നേരത്തെ NDAക്കുള്ള പിന്തുണ അസം ഗണപരിഷത്ത് പിൻവലിച്ചതും ഇതേ കാരണത്താലാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഇരു കൂട്ടരും വീണ്ടും ഒന്നിച്ചു. BJPയുമായുള്ള സഖ്യത്തെ തുടർന്ന് നൗഗാ ജില്ലയിലുള്ള പ്രധാന നേതാക്കളിൽ ഒരാൾ തന്നെ AGPയിൽ നിന്ന് രാജിവെച്ചു. ഈ പ്രശ്നത്തിൽ പാർട്ടി തന്നെ വിഭജിച്ചേക്കാവുന്ന സാഹചര്യമാണ് ഉള്ളത്. സഖ്യം അധികാരത്തിന് വേണ്ടിയുള്ള AGPയുടെ കേവല രാഷ്ട്രീയ നാടകമാണെന്ന ധാരണ രൂപപ്പെട്ടിട്ടുണ്ട്. അവർ നാടകം കളിക്കുകയാണ്. ഇത് സത്യസന്ധമാണോ അല്ലയോ എന്ന് പോലും ആളുകൾ ആലോചിക്കുന്നില്ല. അതേസമയം BJPയും AGPയും അവരവരുടെ മണ്ഡലങ്ങളിൽ പഴയ നിലപാടുകൾ ആവർത്തിക്കുകയാണ്. പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ പീഡനത്തിനിരയാകുന്ന ഹിന്ദു അഥവാ അവിടുത്തെ ന്യൂനപക്ഷം, അവർക്ക് സുരക്ഷ ഒരുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അടുത്ത തവണ ഞങ്ങളുടെ സർക്കാർ വന്നാൽ ബില്ല് പാസാക്കും. ചർച്ചയില്ലാതെ ബില്ലുമായി മുന്നോട്ടു പോകില്ലെന്ന ഉറപ്പ് BJPയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ആശ്വസിക്കാനാണ് അസം ഗണപരിഷത്ത് നേതാക്കൾ ശ്രമിക്കുന്നത്. അടുത്ത തവണ പൗരത്വ ബില്ലിൽ AGPയുമായി ആലോചിച്ച് മാത്രമേ തീരുമാനമെടുക്കൂവെന്ന് BJP കേന്ദ്ര നേതൃത്വം ഉറപ്പു നൽകിയിട്ടുണ്ട്. പൗരത്വ ബില്ല് ഇത്തവണ പ്രചാരണ വിഷയമാകില്ലെന്നാണ് സഖ്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് BJPയുടെ ന്യായീകരണം. സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ഭരണ നേട്ടങ്ങളാകും തെരഞ്ഞെടുപ്പിനെ നിശ്ചയിക്കുക. ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പക്ഷേ പൗരത്വ ബില്ല് ചർച്ചയേ ആകില്ല. വികസനം മാത്രമായിരിക്കും പ്രചാരണ വിഷയം.
സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ നടത്തിയ വികസനങ്ങൾ, അഴിമതി വിരുദ്ധ പോരാട്ടങ്ങൾ, സർജിക്കൽ സ്ട്രൈക്ക് എന്നിവയായിരിക്കും ചർച്ച. जो डेवलपमेंट क्या है, जो फाइट अगेंस्ट करप्शन है, जो सर्जिकल स्ट्राइक है, ये सब मुद्दा है जो हम लोगों के पास लेके जाएंगे. അതേസമയം സഖ്യ തീരുമാനത്തിനെതിരെ അസം ഗണപരിഷത്തിനുള്ളിൽ തന്നെ മുറുമുറുപ്പ് ശക്തമാണ്. പാർട്ടിയുടെ മുതിർന്ന നേതാവായ പ്രഫുല്ലകുമാർ മൊഹന്ത് തന്നെ പരസ്യ വിമർശവുമായി രംഗത്തെത്തിയിരുന്നു. സഖ്യം രൂപീകരിച്ചത് തന്നെ ജനാധിപത്യ വിരുദ്ധമാണ്. കാരണം പൗരത്വ ബില്ലിൽ ഒരു ഉറപ്പും BJPയിൽ നിന്ന് ലഭിക്കാതെയാണ് സഖ്യമുണ്ടാക്കിയിരിക്കുന്നത്. പൗരത്വ ബില്ല് തദ്ദേശീയർക്ക് നേരെയുള്ള കടന്നുകയറ്റമാണെന്ന പ്രചാരണം ഇതിനകം കോൺഗ്രസ് ഏറ്റെടുത്തു കഴിഞ്ഞു. AGPയുടെ ആത്മാർത്ഥതയെ കോൺഗ്രസ് പ്രചാരണ വിഷയമാക്കുന്നുണ്ട്. ബില്ല് നടപ്പിലായാൽ അസം ജനതയുടെ സ്വത്വം തന്നെ അപകടത്തിലാവും. അസം ജനതയുടെ സ്വത്വ സംരക്ഷകരാണെന്ന് വാദിക്കുന്ന AGP കേവല അധികാര താല്പര്യത്തിനായാണ് BJPയോട് വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നത്. So now, just to get power only, AGP has compromised with this BJP party. 14 സീറ്റുകളുള്ള അസമിൽ കഴിഞ്ഞ തവണ 3 സീറ്റുകൾ മാത്രമായിരുന്നു കോൺഗ്രസിന്റെ സമ്പാദ്യം. പൗരത്വ ബില്ല് വിവിധ തദ്ദേശീയ സമുദായങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ ഇത്തവണ സഹായിച്ചേക്കുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസിനുള്ളത്. ഇത് ഒരുപക്ഷെ നേരിയ മുൻതൂക്കം കോൺഗ്രസിന് നൽകിയേക്കും. അതേസമയം കാര്യമായ ഭരണവിരുദ്ധ വികാരങ്ങളില്ലെന്നത് കോൺഗ്രസിന് തിരിച്ചടിയാണ്. 2014-ലും 2016-ലും ഭരണവിരുദ്ധ വികാരത്തിന്റെ ആനുകൂല്യം BJPക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് BJPക്കെതിരെ ആ അളവിൽ ഭരണവിരുദ്ധ വികാരമില്ല. പൗരത്വ ബില്ലിന് പുറമെ ദേശീയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ചയാക്കാനാണ് കോൺഗ്രസ് ശ്രമം. അത്തരം ദേശീയ പ്രശ്നങ്ങൾ പൊതുവെ അസമിനെയോ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെയോ വലിയ തോതിൽ സ്വാധീനിച്ചേക്കില്ല. ദേശീയ പൗരത്വ പട്ടികയിൽ നിന്ന് പുറത്തായ മുസ്ലിം പ്രദേശങ്ങളെല്ലാം കോൺഗ്രസിന് മേൽക്കൈയുള്ള പ്രദേശങ്ങളായിരുന്നു. ഇവിടങ്ങളിലാണ് 2005-ൽ രൂപീകരിച്ച AIUDF സ്വാധീനമുണ്ടാക്കിയത്. 2009-ൽ ഒരു MP ഉണ്ടായിരുന്ന പാർട്ടിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസിനോട് കിടപിടിക്കുന്ന തരത്തിൽ 3 MPമാരെ വിജയിപ്പിക്കാനായി. മൗലാന ബദറുദ്ദീൻ അജ്മൽ നേതൃത്വം നൽകുന്ന AIUDF കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കാൻ സന്നദ്ധത അറിയിച്ചെങ്കിലും കോൺഗ്രസ് വഴങ്ങിയിട്ടില്ല. മതേതര വോട്ടുകൾ ഭിന്നിച്ചാൽ BJPക്കാകും മെച്ചം. അതുകൊണ്ടാണ് ഞങ്ങൾ BJP വിരുദ്ധരെല്ലാം ഒന്നാകണമെന്ന് പറയുന്നത്. അവരുടെ പ്രധാന അജണ്ട വർഗീയമാണ്. അതുകൊണ്ട് തന്നെ അവരുമായി ഒരു സഖ്യത്തിന് കോൺഗ്രസ് സന്നദ്ധമല്ല. AIUDFന് കഴിഞ്ഞ തവണത്തെ പ്രകടനം കാഴ്ചവെക്കാനാകില്ല എന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. AIUDF വിജയിച്ച മണ്ഡലങ്ങളിലെ ജനപ്രതിനിധികളുടെ പ്രകടനം മോശമാണെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. ഇതോടെ ത്രികോണ മത്സരത്തിനാണ് അസമിൽ കളമൊരുങ്ങുന്നത്. AIUDFനെ കുറിച്ച പാർട്ടി കണക്കുകൂട്ടൽ ശരിയാവുകയും പൗരത്വ ബില്ലിൽ NDAക്ക് മങ്ങലേൽക്കുകയും ചെയ്താൽ നിരവധി സാമുദായിക വോട്ട് ബാങ്കുകളിലേക്ക് കോൺഗ്രസിനത് വഴി തുറന്നേക്കും. അങ്ങനെ വന്നാൽ ഇത്തവണ അസമിൽ കോൺഗ്രസ് നില മെച്ചപ്പെടുത്തും. When this bill first came up, the BJP found itself almost isolated on the issue. ഈ ബില്ല് ആദ്യമായി ചർച്ചയായപ്പോൾ BJP ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയായിരുന്നു. അതിന്റെ പേരിലാണ് BJPക്കുള്ള പിന്തുണ AGP പിൻവലിച്ചത്. BJP government was over this very issue, and we also find that all the or most of those groups which represent the local sentiments. തദ്ദേശീയ വികാരങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഓൾ ആസാം സ്റ്റുഡൻസ് യൂണിയൻ, മറ്റ് പ്രാദേശിക സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം ബില്ലിനെതിരായിരുന്നു. And then the political parties, many of those representing the linguistic and religious minorities, especially the religious minorities, they were very much against this bill. എങ്കിലും കോൺഗ്രസും NDAയും തുല്യ പ്രകടനം കാഴ്ചവെക്കാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ AIUDFന്റെ നില മോശമാകാനും ഇടയുണ്ട്. ഏതായാലും ഒന്നുറപ്പാണ്, പൗരത്വ പ്രശ്നം അസം രാഷ്ട്രീയത്തെ സാമുദായികമായി ഭിന്നിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. വെള്ളപ്പൊക്കവും അക്ഷരത്തെറ്റുകളും അരക്ഷിതമാക്കിയ ഒരു ജനതയുണ്ടിവിടെ. ജനാധിപത്യത്തിന്റെ ഉത്സവകാലം കടന്നുപോകുമ്പോൾ ഈ ജനതയുടെ ദുരിതത്തിന് അറുതിയാകുമോ എന്ന ചോദ്യമാണ് വടക്കു കിഴക്കൻ യാത്ര ഞങ്ങൾക്ക് മുമ്പിൽ ബാക്കിയാക്കിയത്.